വെൽക്കം ടു ജേണി ട്രാക്സ്. അപ്പോൾ ഇത് നമ്മുടെ ബഹ്റൈൻ വ്ളോഗാണ്. നമ്മൾ ബഹ്റൈനിൽ പോയിട്ട് കുറച്ചായി, പക്ഷെ നമ്മളിപ്പോഴാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബഹ്റൈനിൽ നാഷണൽ മ്യൂസിയം കാണാൻ പോയതാണ്. ബഹ്റൈനിൽ മനാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നാഷണൽ മ്യൂസിയം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കൂടെ അപ്പൻ്റെ അമ്മുണ്ട്, നിഹാലുണ്ട്. ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് ബുധനാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ടൈമാണ്. അതായത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ. ട്യൂസ്ഡേ ഇവിടെ ക്ലോസ് ആണ്. ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 1 ബഹ്റൈൻ ദിനാറാണ്. സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഹാഫ് ദിനാറാണ്. പിന്നെ 6 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫ്രീ എൻട്രി ആണ്. മനാമയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഷെയ്ഖ് ഹമദ് കോസ്വേ മനാമ ബഹ്റൈനിലാണ് ഇത് ഈ നാഷണൽ തിയേറ്റർ. ബഹ്റൈനിൽ വന്നിട്ട് പേളിംഗ് പാത്ത്, മനാമ സൂക്കൊക്കെ വിസിറ്റ് ചെയ്യുന്നവർക്ക് അടുത്ത് തന്നെയാണ് ഈ ഒരു നാഷണൽ മ്യൂസിയം വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു 2 to 3 hours എന്തായാലും നമുക്കിത് മൊത്തം കാണാനുള്ള ടൈം എന്തായാലും വേണം. നമുക്കിവിടെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷേ ഫ്ലാഷ് ഉപയോഗിക്കാത്ത ഫോട്ടോ എടുക്കലാണ് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഇവിടെ 6000 വർഷത്തെ ചരിത്രവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുക. ഇവരുടെ പുരാതന കൾച്ചർ മുതൽ ഇപ്പോഴുള്ള ആധുനിക കാലത്തെ ജീവിത രീതികളിലേക്ക് വരെ ഇവിടെ നാഷണൽ മ്യൂസിയത്തിൽ അവർ നമുക്കിവിടെ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര ഒറിജിനലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരുടെ കൾച്ചറായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പിന്നെ ഓരോ പരിപാടിയാണെങ്കിലും നമുക്ക് ശരിക്കും റിയലായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എവിടെ ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ വീടിനനുസരിച്ചിട്ട് ഇങ്ങനത്തെ ഈ ഒരു സ്ട്രക്ചർ ഒക്കെ കാണാൻ പോകും. എന്നിട്ട് വേറെ ആയിരിക്കും പറ്റും. പുരാതന കാലത്തുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. അന്നത്തെ കുറേ പാത്രങ്ങളും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷോ ആക്കി വെച്ചിട്ടുണ്ട്.
അന്നത്തെ ഇവർ പറയുന്നത് ഏൻഷ്യൻ ദിൽമൻ സിവിലൈസേഷനാണ്. അപ്പോൾ അവിടെയുള്ള ബൊറിയൽ മൗണ്ട്സ്, അവരുടെ സീൽസ്, ആർട്ടിഫാക്ട്സ്, പിന്നെ അതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററി, കോയിൻസ്, മാനുസ്ക്രിപ്റ്റ്സ്, അവരുടെ മെറ്റൽ വർക്ക്സ്, ഇതൊക്കെയാണ് കൂടുതലും നമുക്ക് അവിടെ ഓരോ ഏരിയയിലും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ അവിടെയുള്ള ട്രഡീഷണൽ ബഹ്റൈനി കൾച്ചർ, അവരുടെ ഹാൻഡ് ക്രാഫ്റ്റ്സ്, അതുപോലെ അവരുടെ ക്ലോത്തിങ്, അവരുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ അവർ നല്ല അടിപൊളിയായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പോട്ട്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ പകുതിയൊക്കെ ഇങ്ങനെ എന്താ പറയുക കളഞ്ഞു പോയതൊക്കെ അതിൻ്റെ പാർട്സൊക്കെയാണ് കൂടുതലുള്ളൂ. പക്ഷേ അതൊക്കെ അവർ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ ഓരോ മൂലയ്ക്കും നമുക്കിങ്ങനെ എന്താ പറയുക അവരുടെ ഓരോ കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ നാച്ചുറൽ ഹിസ്റ്ററി ആണെങ്കിലും മറൈൻ ലൈഫ് ആണെങ്കിലും എല്ലാം അതിൻ്റെ ഉള്ളിൽ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അമ്മൂനെയും കൂട്ടി പോകുമ്പോൾ ഇതൊക്കെ അവൾ നോക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവൾ എന്താ പറയുക മ്യൂസിയം അത്രയും വൈഡായിട്ടാണുള്ളത്, അതുകൊണ്ട് അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു എല്ലാം ഓടിപ്പോയി കാണാനൊക്കെ. ഫസ്റ്റ് മ്യൂസിയമൊക്കെ കാണണമെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞിട്ടില്ല. കാരണം അത്ര അടിപൊളിയായിട്ടാണ് നമുക്കിങ്ങനെ ഓരോ പാർട്ടിലേക്ക് എൻട്രി ചെയ്യുന്തോറും ഓരോ നല്ല നല്ല കാഴ്ചകളായിരുന്നു കാണാനുള്ളത്. അതുകൊണ്ട് മ്യൂസിയം ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ ആണ്. നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഇവിടെയുള്ള ഷോപ്പിലൊക്കെ പോയി കാണുന്ന പോലെ എന്താ പറയുക ഓരോ ചെറിയ ചെറിയ ആ സമയത്തുള്ള കടകൾ, ബേക്കറി, പിന്നെ ഇറച്ചി വെട്ടുന്നതും, പിന്നെ പാത്രങ്ങൾ വാങ്ങുന്നതും, ടൈലർ ഷോപ്പ്, ഇതൊക്കെ ഇങ്ങനെ ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റിയാണ് തോന്നുന്നത്. കസ്റ്റമർ വരുന്നത്, അവിടെ ഇരിക്കുന്നത്, അതുപോലെയൊക്കെ അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യം വരെ അവരെന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി കൊടുക്കാൻ. ഇതിപ്പോൾ കാർപ്പൻ്റർ, അപ്പം യൂസ് ചെയ്തതും പണിതുകൊണ്ടിരിക്കുന്നതും പണി കഴിഞ്ഞതായിട്ടുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഇത് പോയി കണ്ടാലേ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. ഇപ്പോൾ ബഹ്റൈൻ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നാഷണൽ മ്യൂസിയം മിസ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. അല്ല അത്രയൊന്നും ആയിക്കില്ല എന്നറിയാം. ചിലപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. വെള്ളം കൊടുത്തു.
ഓ അതാരാ? ഇതാ പേള്. The Great Kaka. Mm.